ഡു നോട്ട് സ്നാക്ക് ബിഫോർ ഗോയിങ് ടു ബെഡ്. ഇങ്ങനൊരു കാര്യം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ രാത്രിയാകുമ്പോൾ കിച്ചൺ വഴി ഒന്ന് പോയി ഒന്ന് റെയ്ഡ് ചെയ്ത് ഫ്രൈഡ് ആയിട്ടോ അല്ലെങ്കിൽ ഷുഗറി ആയിട്ടുള്ള എന്തെങ്കിലും എടുത്ത് കഴിക്കാറുള്ളത് ഒരു പതിവാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഓൺ ആവും, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം വർക്ക് ചെയ്യും, നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. നമ്മളുടെ ഉറങ്ങാനായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം കിട്ടാനായിട്ടുള്ള സമയം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവാണ്. സോ യുവർ ക്വാളിറ്റി സ്ലീപ്പ് ഇസ് ഡിസ്റപ്റ്റഡ് ബേസിക്കലി. നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റിയാൽ പോലും ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കിടക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഭക്ഷണം അല്ലെങ്കിൽ സ്നാക്കിംഗ് എല്ലാ പരിപാടിയും അവസാനിപ്പിക്കുക. സോ ദാറ്റ് യു വിൽ ഹാവ് എ ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ്. നമ്മൾ ഈ ഷുഗറി അല്ലെങ്കിൽ ഫ്രൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോൾ എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹോർമോൺസ് ഇൻസുലിൻ, മെലറ്റോണിൻ, കോർട്ടിസോൾ ഈ വക കാര്യങ്ങളെല്ലാം ഡിസ്റപ്റ്റഡ് ആവും. നമ്മുടെ സെർക്കേഡിയൻ റിതം, നമ്മുടെ ഉറക്കത്തിന്റെ കംപ്ലീറ്റ് ഫ്ലോ തന്നെ അവിടെ നഷ്ടപ്പെടുകയാണ് ഈ ഒരു കാര്യം കൊണ്ട് സംഭവിക്കുന്നത്. ലേറ്റ് നൈറ്റ് സ്നാക്കിംഗ് കൊണ്ട് സംഭവിക്കുന്നത് കോർട്ടിസോൾ അഥവാ സ്ട്രെസ് ഹോർമോൺ നമ്മളുടെ ബോഡിയിൽ നമ്മൾ ഇൻക്രീസ് ആവുകയാണ്. രണ്ടാമതായി സംഭവിക്കുന്നത് നമ്മളുടെ സ്ലീപ്പ് ഹോർമോൺ അതായത് മെലറ്റോണിൻ, നമ്മൾ ആ സമയം നമ്മൾ അറിയാതെ നമ്മൾ അതിനെ ഉറക്കി വെക്കാൻ ശ്രമിക്കുകയാണ്, അത് ഡീആക്ടിവേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുകൊണ്ട് നമ്മൾ നമ്മുടെ ഉറക്കത്തിന് വേണ്ട എന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ലൈക്ക് ഐ ഓൾവേസ് സേ, സ്ലീപ്പ് ഇസ് എ സൂപ്പർ പവർ, യൂസ് ഇറ്റ് വൈസ്ലി.